അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്ത്യാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി നിശേഷീകൃതരക്തബീജദനുജേ. നിത്യേ നിസുംഭാപഹേ സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണിം സൽപ്രകരപരമാഹ്ലാദജനനിം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാവ്യഭംഗി ഉണരാ തവ കാലിലൊന്നു തൊടുവാൻ കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാല ചാർത്തിയണയൂ മമ മാലകന്നു കഴിയാൻ മാല ചാർത്തിയണയൂ അമ്മേ മാലകന്നു കഴിയാൻ മമ മാലകന്നു കഴിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം വ്യാസദേവരചിതം ഇതു വ്യസനജാലനാശം വ്യാസദേവചരിതം ഇതു വ്യസനജാലനാശം വ്യസനജാലനാശം അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാ ആ നന്മയിൽ അലിയാ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വെക്കാമക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വെക്കാമക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാ ആ നന്മയിൽ അലിയാ. അമ്മയെ അറിയാ ആ ഉണ്മയിൽ അലിയാ. അമ്മയെ അറിയാ. അമ്മയെ അറിയാ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സദാ സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം പഞ്ചമസ്കന്ധം 53 ശ്ലോകം മുതൽ 8 അധ്യായത്തിൽ 53 ശ്ലോകം മുതൽ 64 കൂടിയുള്ള ശ്ലോകങ്ങളെ ഇപ്പോൾ പാരായണം ചെയ്ത് ജഗജ്ജനനിയായ ആ ഭഗവതിയുടെ പാദാരവിന്ദങ്ങളിൽ സാദരം ഭക്തി ബഹുമാനങ്ങളോടുകൂടി സമർപ്പിക്കുന്നു. സൂത ഉവാച ഇതി തസ്യ വച ശ്രുത്വാ രാജ്ഞ സത്യവതീ സുതാ ഉവാച മധുരം വാക്യം പ്രീണയന്നിവ ഭൂഷിതം. വ്യാസ ഉവാച ശൃണുരാജൻ മഹാഭാഗ വിസ്തരേണ ബ്രവീമി തേ യഥാമതി കുരുശ്രേഷ്ഠ തസ്യാ ദേഹസമുദ്ഭവം. ന ബ്രഹ്മ ന ഹരി സാക്ഷാൽ ന രുദ്രോ ന ച വാസവ യാഥാ തദ്ധ്യേന തദ്രൂപം വക്തുമീശ കദാചന. കഥം ജാനാമ്യഹം ദേവ്യാ യദ്രൂപം യാദൃശം യഥാ വാചാരംഭണമാത്രം തദുത്പന്നേതി ബ്രവീമി യൽ. സാ നിത്യാ സർവദൈവാസ്തേ ദേവകാര്യാർത്ഥസിദ്ധയേ നാനാരൂപാത്വേകരൂപാ ജായത്തെ കാര്യഗൗരവാൽ. യഥാ നട്ടോ
രംഗഗതോ നാനാരൂപോ ഭവത്യസൗ ഏകരൂപസ്വഭാവോപി ലോകരഞ്ജനഹേതവേ തഥൈഷാ ദേവകാര്യാർത്ഥമരൂപാപി സ്വലീലയാ കരോതി ബഹുരൂപാണി നിർഗുണാ സഗുണാനി ച കാര്യകർമാനുസാരേണ നാമാനി പ്രവദന്തി ധാത്വർത്ഥഗുണയുക്താനി ഗൗണാനി സുബഹൂന്യപി തദ്വൈ ബുദ്ധ്യനുസാരേണ പ്രബ്രവീമി നരാധിപ യഥാ തേജസ്സമുദ്ഭൂതം രൂപം തസ്യാ മനോഹരം ശങ്കരസ്യ ച യത്തേജസ്തേന തന്മുഖപങ്കജം ശ്വേതവർണം ശുഭാകാരമജായത മഹത്തരം ക്ലേശാസ്തസ്യാസ്തഥാ സ്നിഗ്ധായാമ്യേന തേജസാ ഭവൽ വക്രാഗ്രാശ്ചാതിദീർഘാ വൈ മേഘവർണാ മനോഹരാ നയനത്രിതയം തസ്യാ ജജ്ഞേ പാവകതേജസാ കൃഷ്ണം രക്തം തഥാ ശ്വേതം വർണ്ണത്രയ വിഭൂഷിതം സർവത്ര ദേവീനാമ സങ്കീർത്തനം ശ്രീമഹാകാള്യൈ നമഃ ശ്രീമഹാലക്ഷ്മ്യൈ നമഃ ശ്രീമഹാസരസ്വത്यै നമഃ സദാ സർവത്ര ദേവീനാമ സങ്കീർത്തനം ശ്രീമഹാദേവ്യൈ നമഃ അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം പഞ്ചമസ്കന്ധം 8-ാമത്തെ അധ്യായം 54-ാമത്തെ ശ്ലോകം മുതൽ 64-ാമത്തെ ശ്ലോകം വരെയുള്ള ഭാഗങ്ങളെ ഇപ്പോൾ ഭാഷാഗാനമായി പാടി അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ ഭക്ത്യാദരപൂർവം സമർപ്പിക്കണം. അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. വ്യാസൻ പറഞ്ഞു, മഹാഭാഗനാം രാജാവേ ദേവി ദേഹോദ്ഭവത്തെ ഞാൻ മമ ബുദ്ധിശക്തിക്കനുസരിച്ചു ചൊല്ലാം. ബ്രഹ്മാരുദ്രഹരിമാർക്കോ ദേവേന്ദ്രനോ ദേവിയുടെ സ്വരൂപത്തെ വർണ്ണിക്കാൻ ശക്തരാകുന്നില്ല. പിന്നെങ്ങിനെ ഞാനറിയും ദേവി രൂപമേതു വിധം ഉൽപ്പത്തിയെ വാക്കായി മാത്രം പറഞ്ഞിടാം ഞാൻ. അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. ദേവി നിത്യയാണെങ്കിലും ദേവകാര്യം നിറവേറ്റാൻ ദേവി പലവിധമായ രൂപമെടുക്കും. സ്വഭാവവും രൂപവും ഒന്നു തന്നെയാണെന്നാകിലും നടൻ പല വേഷങ്ങളെ കെട്ടിടും പോലെ നിർഗുണയും അരൂപയുമായുള്ളവൾ സഗുണയായി നിരവധി രൂപം ലീലയാലെ കെട്ടുന്നു. അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി
അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. കാര്യകർമാനുസൃതമായി അവൾക്കു നാമങ്ങളേറെ, ധാത്വർത്ഥ ഗുണങ്ങളോടെ മറ്റു നാമവും. തേജസ്സിൽ നിന്നുള്ള രൂപം എങ്ങിനെയുണ്ടായി എന്നു മമ ബുദ്ധിക്കനുരൂപമായി ചൊല്ലിടാം. അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. ശങ്കരന്റെ തേജസ്സിൽ നിന്നുണ്ടായി ശ്വേതവർണമായി ശുഭാകൃതിയുള്ള മുഖപങ്കജമാദ്യം. യമന്റെ തേജസ്സിൽ നിന്നും കാർമേഘത്തിൻ തുല്യമായ സ്നിഗ്ധമായ ചുരുണ്ടതാം കൂന്തലുണ്ടായി. കൃഷ്ണരക്തശ്വേത വർണ്ണങ്ങളായി 3 കണ്ണുണ്ടായി. അഗ്നിയുടെ അനുപമ തേജസ്സിൽ നിന്നും അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. ദേവി ശരണം ലക്ഷ്മി ശരണം ഭദ്രേ ശരണം വാണി ശരണം മായേ ശരണം കാളി ശരണം ഭദ്രകാളി ശരണം. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. സദാ സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുകയൻ്റെ നാവിൽ അനിശം വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ജ്ഞാനാംബികേ. ദേവി നിന്നുടെ പാദയുഗ്മമതിലായി വീഴുന്നു ജ്ഞാനംബികേ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാനെന്ന അക്ഷരപൂജ ഇന്ന് പഞ്ചമസ്കന്ധത്തിലെ 8ാമത്തെ അധ്യായത്തിലേക്ക് എത്തി നിൽക്കുന്നു. അതിൽ 54ാമത്തെ ശ്ലോകം മുതൽ 64 കൂടിയുള്ള ശ്ലോകങ്ങളെയാണ് ഇന്ന് നാം വിചാരം ചെയ്യുന്നത്. അതാണ് നമ്മൾ ഇന്ന് ആദ്യം പാരായണം ചെയ്തത്, പിന്നീട് ഭാഷാഗാനമായി പാടിയത്, ഇപ്പതാ പ്രഭാഷണ രൂപത്തിൽ അനുസ്മരിക്കുകയും ചെയ്യുന്നത്. ഇവിടെ രാജാവിൻ്റെ ചോദ്യം, ജനമേജയൻ്റെ മഹാലക്ഷ്മി ചരിതം, ആ സുധാരസം അവിടുത്തെ മുഖാംഭോജത്തിൽ നിന്നും നിർഗളിച്ചതാണ്.
അത് എത്ര പാനം ചെയ്തിട്ടും എനിക്ക് നഹി തൃപ്യാമ്യഹം, എനിക്ക് തൃപ്തി വരുന്നില്ല ഗുരുനാഥ, അതുകൊണ്ട് പറഞ്ഞു തരണേ എന്ന് പറഞ്ഞപ്പോൾ വേദവ്യാസൻ അദ്ദേഹത്തെ സന്തോഷിപ്പിക്കുന്ന തരത്തിൽ പ്രണയന്നിവ ഭൂഷിതം ഉവാച മധുരം വാക്യം, മധുരമനോഹരമായി പറയാനായിട്ട് ആരംഭിച്ചു. വേദവ്യാസൻ പറഞ്ഞു തുടങ്ങുന്ന 54-ാമത്തെ ശ്ലോകം, ശൃണുരാജൻ മഹാഭാഗ വിസ്തരേണ ബ്രവീമിതേ യഥാമതി കുരുശ്രേഷ്ഠ തസ്യ ദേഹസമുദ്ഭവം. മഹാഭാഗനായിരിക്കുന്ന രാജാവേ, ശൃണു, കേട്ടോളൂ. ആ ദേവിയുടെ ദേഹോദ്ഭവത്തെക്കുറിച്ച് യഥാമതി, എൻ്റെ ബുദ്ധിശക്തിക്കനുസരിച്ച്. ഇത് മാത്രമല്ല ദേവിയുടെ ആ ദേഹോദ്ഭവത്തെക്കുറിച്ച് പറയാൻ സാധിക്കുന്നത്. എനിക്ക് എന്താണോ അറിയുന്നത് എൻ്റെ ബുദ്ധിശക്തിക്കനുസരിച്ച്, യഥാധീതം യഥാമതി എന്ന് സൂതൻ ശൗനകാദികളോട് ശ്രീമദ് ഭാഗവത മഹാപുരാണത്തിൽ പറയുന്നത് പോലെ യഥാമതി, ഹേ കുരുശ്രേഷ്ഠ, ഞാൻ എൻ്റെ ബുദ്ധിക്കനുസരിച്ച് പറഞ്ഞു തരാം ആ ദേവിയുടെ ദേഹോദ്ഭവത്തെക്കുറിച്ച്. ന ബ്രഹ്മ ന ഹരി സാക്ഷാൽ ന രുദ്രോ ന ച വാസവ. ബ്രഹ്മാവിനോ അല്ലെങ്കിൽ ഹരിയോ സാക്ഷാൽ രുദ്രനോ വാസവ ദേവേന്ദ്രനോ യാഥാതഥ്യേന തദ്രൂപം വക്തുമീശ കഥാചന. ആ ദേവിയുടെ രൂപത്തെ യഥാതഥമായി എന്താണോ അത് അതേപോലെ പറയാൻ ഒരിക്കലും ശക്തിയില്ല. കഥം ജാനാമ്യഹം, പിന്നെ എനിക്ക് എങ്ങനെ അറിയാൻ സാധിക്കും? ദേവ്യ യദ്രൂപം യാദൃശം യഥ, ആ ദേവീരൂപം ഏത് രൂപത്തിലാണ്, ഏത് പ്രകാരത്തിലുള്ളതാണ് എന്നും വാചാരംഭണമാത്രം തതുത്പന്നേതി ബ്രവീമിയൽ, അത് എങ്ങനെയുണ്ടായി എന്ന് വാഗ്രൂപേണ, അത് വാക്കുകളായിട്ട് പറയാമെന്നല്ലാതെ അതിൻ്റെ തത്വത്തെ വേണ്ട പോലെ മനസ്സിലാക്കാൻ എനിക്കും സാധിക്കില്ല. അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ സാധിക്കും? കാരണം ബ്രഹ്മാവിനും മഹാദേവനും വിഷ്ണുവിനും സാധിക്കാത്തത്. സാ നിത്യ സർവദൈവാസ്തേ ദേവകാര്യാർത്ഥസിദ്ധയേ. ആ ദേവി നിത്യയാണ്. ദേവകാര്യം നിറവേറ്റുന്നതിനു വേണ്ടി നാനാരൂപാത്വേകരൂപ ജായത്തെ കാര്യഗൗരവാൽ, അതിൻ്റെ കാര്യഗൗരവം അനുസരിച്ച് ആ ദേവി നാനാരൂപാത്വേകരൂപ, ഒന്നുകിൽ പല രൂപങ്ങൾ എടുക്കുന്നു, അല്ലെങ്കിൽ ഒരു രൂപം എടുക്കുന്നു. അങ്ങനെയുള്ള രൂപത്തെ കൈക്കൊള്ളുന്നു. ഏതുപോലെ? യഥാ നടോ രംഗഗതോ നാനാരൂപോ ഭവത്യസൗ ഏകരൂപ സ്വഭാവോപി ലോകരഞ്ജന ഹേതവേ. സ്വഭാവവും രൂപവും അതിലൊന്നും മാറ്റം ഇല്ലെങ്കിലും, അതൊക്കെ ഒന്ന് തന്നെയാണെങ്കിലും, ഒരു നടൻ പല വേഷങ്ങളും അണിഞ്ഞ് പലരെ പോലെ വരാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ രംഗത്ത് വരുന്നത്? അത് ലോകരഞ്ജന ഹേതവേ, ലോകത്തെ രഞ്ജിപ്പിക്കാൻ, ജനങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് വരുന്നത് പോലെ ഏകയായ നിത്യയായ ആ ദേവിയും ഇങ്ങനെ പല രൂപത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. തഥൈഷ ദേവകാര്യാർത്ഥമരൂപാഭി സ്വലീലയ കരോതി ബഹുരൂപാണി നിർഗുണ സഗുണാനിച്ച. അതേപോലെ ദേവകാര്യാർത്ഥം, ദേവന്മാരുടെ കാര്യം സാധിക്കുന്നതിന് വേണ്ടി നിർഗുണയും അരൂപയുമാണെങ്കിലും ആ ദേവി സഗുണയായി അനേക രൂപങ്ങൾ, കരോതി ബഹുരൂപാണി, പല പല രൂപങ്ങൾ, ലീലയാ സ്വലീലയാ, തൻ്റെ ലീല, ഒരു കളി മാത്രമാണ് ഭഗവതിക്കിത്, അല്ലാതെ ഭഗവതി ഇതൊന്നും ബാധിക്കുന്നില്ല. അങ്ങനെ ലീലയാ കൈക്കൊള്ളുന്നു. ഒരു ലീലയായി ഭഗവതി പല രൂപങ്ങൾ എടുക്കുന്നു. കാര്യകർമാനുസാരേണ നാമാനി പ്രവദന്തിഹി ധാത്വർത്ഥഗുണയുക്താനി ഗൗണാനി സുബഹൂന്യപി. കാര്യം, കർമ്മം എന്നിവയ്ക്ക് അനുസരിച്ച് ദേവിക്ക് ഓരോ പേരുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അല്ലേ? ദേവി ഇപ്പോ മഹിഷാസുരമർദിനി എന്ന് പറഞ്ഞാൽ അവിടെ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? മഹിഷാസുരനെ മർദ്ദിച്ചവൾ, അല്ലെങ്കിൽ മഹിഷാസുരനെ നിഗ്രഹിച്ചവൾ. അപ്പൊ ധാതുവിൻ്റെ അർത്ഥഗുണങ്ങളോടുകൂടിയ അനേകം ഇതുപോലെ അല്ലാത്ത അമുഖ്യമായിരിക്കുന്ന
നാമങ്ങളും ഈ ദേവിക്ക് ഉണ്ട്. തദ്വൈ ബുദ്ധ്യനുസാരേണ പ്രബ്രവീമി നരാധിപ യഥാ തേജസ്സമുദ്ഭൂതം രൂപം തസ്യാ മനോഹരം. ഇപ്പൊ രാജാവ് എങ്ങനെയാണ് തേജസ്സിൽ നിന്ന് അവളുടെ മനോജ്ഞമായ മനോഹരമായ രൂപമുണ്ടായത് എന്ന് ബുദ്ധ്യനുസാരേണ എൻ്റെ ബുദ്ധിക്ക് അനുസൃതമായി ഞാൻ അങ്ങയ്ക്ക് പറഞ്ഞു തരാം. എവിടുന്നൊക്കെ തേജസ്സുണ്ടായി, അത് എങ്ങനെ? ശങ്കരസ്യ ച യത്തേജസ്തേന തന്മുഖ പങ്കജം ശ്വേതവർണം ശുഭാകാരമജായത മഹത്തരം. ശങ്കരന്റെ ആ രുദ്രന്റെ തേജസ്സിൽ നിന്നും ആ ദേവിക്ക് ശ്വേതവർണത്തിൽ വെളുത്ത നിറത്തിൽ ശുഭാകാരം ശുഭാകൃതിയുള്ള മഹത്തരമായ മുഖപങ്കജം ഉണ്ടായി. അപ്പൊ ദേവിയുടെ മുഖം എവിടെ നിന്നുണ്ടായി എന്നാണെങ്കിൽ അത് ആ തമോഗുണാധിക്യമുള്ള ശങ്കരന്റെ തേജസ്സിൽ നിന്ന് ഉണ്ടായി ദേവിയുടെ മുഖപങ്കജം എന്ന് മനസ്സിലാക്കുക. അതേപോലെ കേശാസ്തസ്യാസ്തഥാ സ്നിഗ്ധ യാമ്യേന തേജസാഭവൽ വക്രാഗ്രാശ്ചാതി ദീർഘാവൈ മേഘവർണ മനോഹര. ദേവിയുടെ തലമുടി യമന്റെ തേജസ്സിൽ നിന്നാണ് ഉണ്ടായത്. എന്താ അതിന്റെ പ്രത്യേകത? സ്നിഗ്ധമാണ്, മനോഹരമാണ്. അതേപോലെ മേഘവർണ, കാർമേഘത്തിന്റെ വർണ്ണമാണ് അതിന്. വക്രാഗ്രാശ്ചാതി ദീർഘാവൈ, ചുരുണ്ട് ദീർഘമായ മുടി ഉണ്ടായത് യമന്റെ യാമ്യേന തേജസാഭവൽ, യമന്റെ തേജസ്സിൽ നിന്നാണ് എന്ന് മനസ്സിലാക്കൂ. പിന്നെ നയനത്രിതയം തസ്യാ യജ്ഞേ പാവക തേജസ കൃഷ്ണം രക്തം തഥാശ്വേതം വർണ്ണത്രയ വിഭൂഷിതം. ദേവിക്ക് 3 കണ്ണുകളുണ്ട്. കറുപ്പ്, ചുമപ്പ്, വെളുപ്പ് എന്നീ വർണ്ണത്രയങ്ങൾ കൊണ്ട് വിഭൂഷിതമായ 3 കണ്ണുകൾ ഉണ്ടായത് അതെവിടെ നിന്നാണ്? പാവക തേജസ. പാവകൻ അഗ്നി. ആ അഗ്നിയുടെ തേജസ്സിൽ നിന്നാണ് ഈ 3 കണ്ണുകൾ ഉണ്ടായത് എന്ന് പറയുന്നിടത്താണ് നമ്മളിപ്പോ സമർപ്പിക്കുന്നത്. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല, ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം, സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു, ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ
ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ, കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ. ദേവി ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു, അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം, കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു, ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു, അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി, ജയ ജഗദീശ്വരിയേ. ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ, ജയ ജഗദീശ്വരിയേ. അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു, അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ, തമസോ മാ ജ്യോതിർഗമയ, മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.